എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയാണ്. ആദ്യമായി 1.5 കിലോ കോളിഫ്ലവർ എടുത്തു വെക്കേണ്ടതാണ്. അതിനുശേഷം കട്ട് ചെയ്ത് നല്ലപോലെ വൃത്തിയാക്കി മാറ്റി വയ്ക്കേണ്ടതാണ്. വെള്ളം ചൂടാക്കാൻ വെക്കേണ്ടതാണ്. വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം കോളിഫ്ലവർ ഇടേണ്ടതാണ്. 2 മിനിറ്റ് വേവിക്കാൻ വെച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കി മാറ്റി വയ്ക്കേണ്ടതാണ്. ഈ സമയം കൊണ്ട് ഫ്രൈ ആക്കാനുള്ള മിക്സ് തയ്യാറാക്കാം. 1 കപ്പ് മൈദാമാവ്, 1/2 കപ്പ് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ കോളിഫ്ലവർ ഇടേണ്ടതാണ്. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി യോജിപ്പിച്ച് എടുക്കേണ്ടതാണ്. ഇനി കോളിഫ്ലവർ ഫ്രൈ ആക്കാൻ വെക്കേണ്ടതാണ്. എല്ലാ കോളിഫ്ലവറും ഈ രൂപത്തിൽ ഫ്രൈ ആയതിനു ശേഷം മാറ്റി വയ്ക്കേണ്ടതാണ്. ഇനി മസാലക്കൂട്ടിനുള്ള സാധനങ്ങൾ: 4 സവാള, 1 ക്യാപ്സിക്കം ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കേണ്ടതാണ്. അതിനുശേഷം 1 കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കേണ്ടതാണ്. 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കേണ്ടതാണ്. ഗോബി മഞ്ചൂരിക്കാനുള്ള സോസ് തയ്യാറാക്കാം. 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതിന് ശേഷം വെള്ളവും ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് നല്ലപോലെ ഇട്ട് വഴറ്റി എടുക്കേണ്ടതാണ്. വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടേണ്ടതാണ്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് നല്ലപോലെ വഴറ്റി എടുക്കേണ്ടതാണ്. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കേണ്ടതാണ്. ഈ സമയം കൊണ്ട് കോൺ സ്റ്റാർച്ച് തയ്യാറാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ്. സവാളയും ക്യാപ്സിക്കവും ഒക്കെ നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിക്കേണ്ടതാണ്. അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കേണ്ടതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് വെള്ളമാണ്. നല്ലപോലെ തിളച്ചതിന് ശേഷം നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടേണ്ടതാണ്. നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺ സ്റ്റാർച്ച് ഒഴിക്കേണ്ടതാണ്. ഒന്ന് കുറുകി വരുന്നവരെ നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ്. ഗോബി മഞ്ചൂരി റെഡിയായിരിക്കുകയാണ്. ചപ്പാത്തിയുടെ കൂടെ കൂട്ടി കഴിക്കേണ്ടതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോസിനായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.